നന്ദേട്ടാ, നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇന്ന് രാവിലെ തൊട്ട് വലിയ ചർച്ചയാണ് ചാനലുകളിലും ഒക്കെ, സോഷ്യൽ മീഡിയയിലും ഒക്കെ. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ മയക്കുമരുന്നുമായിട്ട് പിടിയിലായി. നമുക്കതിൻ്റെ പേര് പറയാൻ നിർവാഹമില്ല. നമ്മുടെ ഈ നിയമം അനുസരിച്ച് ചാനലിലൂടെയും മറ്റും അതിൻ്റെ പേര് പറയരുത് എന്നാണ് നിയമം. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു കുട്ടി എന്ന് തന്നെ പറയാം, ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു മയക്കുമരുന്നുമായിട്ട് പിടിയിലായി. അത് ഇന്നലെ രാത്രിയിലാണ് പിടിയിലായത്. വാർത്തകൾ അപ്പം തൊട്ടേ ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഒരു അറിയപ്പെടുന്ന ജനപ്രതിനിധിയാണ്, ഒരു MLA ആണ്. ആരാണെന്നൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ അതിപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ കുട്ടി തെറ്റുകാരനാണോ അല്ലയോ, പോലീസ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, തുടർ നടപടികൾ നടക്കുന്നു. അതിനെക്കുറിച്ച് തന്നെ പലതരത്തിലാണ് വാർത്തകൾ വന്നത്. ആദ്യം വന്ന വാർത്തയല്ല പിന്നീട് വന്നത്. അളവിൽ വ്യത്യാസം വന്നു, ആളിൽ വ്യത്യാസം വന്നു, ഈ ആളിൻ്റെ നിന്നല്ല കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നാണ് പിടികൂടിയത് എന്നൊക്കെ പറഞ്ഞ് വാർത്തകളിലെല്ലാം വൈരുദ്ധ്യങ്ങളുണ്ട്. പക്ഷേ അതൊരു വലിയ തോതിൽ ആ സ്ത്രീയെ, ആ അമ്മയായ ജനപ്രതിനിധിയെ അറ്റാക്ക് ചെയ്യുകയാണ്, വളരെ മാരകമായിട്ട് ആക്രമിക്കുകയാണ്. സത്യത്തിൽ ഇത് ഒരു ശരിയായ കാര്യമാണ്. ഒരു സ്ത്രീയെ ഇങ്ങനെ, അതും ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി, അതായത് അവരുടെ ഭർത്താവ് മരിച്ചുപോയി, വിധവയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ ഇങ്ങനെ ഇത്ര കണ്ട് ഒരു സൈബർ ബുള്ളിങ്, ഒരു സൈബർ അറ്റാക്ക് അവരുടെ നേരെ നടത്തേണ്ട കാര്യമുണ്ട്. ഞാനത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഞാനിന്ന് വായിച്ച പത്രത്തിലെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, പ്രതിഭ എന്ന് പറയുന്ന MLAയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവരുടെ മകനെ അറസ്റ്റ് ചെയ്തു എന്നാണ് വാർത്ത. കുട്ടിയുടെ പേര് പോലും അല്ല പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭ എന്ന് പറയുന്ന കായംകുളം MLAയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ നിരന്നത്. അതിൽ തന്നെ ആദ്യത്തെ വാർത്ത പ്രകാരം 90 ഗ്രാം പിടിച്ചു എന്നാണ് വാർത്ത. അത് ഇന്ന് നേരം വെളുത്ത സമയത്തേക്ക് അത് 30 ഗ്രാമായി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 3 ഗ്രാമായി. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ നിന്നല്ല, അടുത്ത കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്നാണ് എന്നുള്ള പേരായി. പിന്നെ ഈ കുട്ടി വലിച്ചിട്ടുണ്ടെന്നായി. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് വാസ്തവത്തിൽ ഇതെല്ലാം ഒരു ഫേബ്രിക്കേറ്റഡ് കേസിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തോന്നുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടം കൊണ്ട് ഒന്നുകിൽ പ്രതിഭ എന്ന് പറയുന്ന MLAയെ വഴിക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ആസൂത്രിതമായിട്ട് ശ്രമം, അതിനെ ഇവിടുത്തെ സ്റ്റേറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് 90 ഗ്രാം ഉണ്ടായിരുന്നു, ഇപ്പം 3 ഗ്രാമിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ബാക്കി എക്സൈസുകാരന് വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ള അയാൾ പറയണം. ഇതിന് ഉത്തരവാദി ഇവിടുത്തെ എക്സൈസിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാണ് ഉത്തരവാദിത്തമുള്ളത്. അയാൾ 90 ഗ്രാമാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലെങ്കിൽ എങ്ങനെ പത്രത്തിൽ വാർത്ത വരിക? അഥവാ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ പത്രക്കാർക്കെതിരായിട്ട് അയാൾ കേസ് കൊടുക്കണം. അപ്പോൾ ഇത് ആരെ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ഏതാണെങ്കിലും അയാൾ ഇത്തരത്തിൽ ഈ എക്സൈസിൻ്റെ ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഈ തരത്തിലൊരു നറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുള്ള വെല്ലുവിളിയാണ്. ഇവിടുത്തെ സ്ത്രീകളെ അവമാനിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വാർത്ത കൊടുക്കുന്നത്. പ്രതിഭ MLAയുടെ മകൻ എന്ന് പറഞ്ഞിട്ടാണ്. പയ്യൻ്റെ പേരിന് മുമ്പിൽ അല്ല പ്രാധാന്യമുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന MLA അവമാനിക്കുക എന്നുള്ള ഉദ്ദേശം. ഞാൻ അവർ രാഷ്ട്രീയം നോക്കണ്ട, അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിരിക്കാം, അവർ കോൺഗ്രസിൻ്റെ ഏത് പാർട്ടി വേണമെങ്കിൽ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഒരു സ്ത്രീയെ ഈ തരത്തിൽ അപമാനിക്കാമോ? 3 ഗ്രാമുള്ള സാധനത്തിന് 90 ഗ്രാം എന്ന് സ്റ്റേറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആരാണ് ഉത്തരവാദി? എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ ഭരണാധികാരികളാണോ, അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണോ ഇക്കാര്യത്തിൽ ഉത്തരവാദി എന്നുള്ളവർ പറയേണ്ടതാണ്. മന്ത്രിക്ക് ഒരു പങ്കാളിത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം MLAയെ വഴിക്ക് കൊണ്ടുവരാനായിട്ടുള്ള ബോധപൂർവമായിട്ട് പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ തെറ്റു പറയാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള കണക്കുണ്ടാക്കി ഈ പറയുന്ന പ്രതിഭ എന്ന് പറയുന്ന MLAയെ സ്വന്തം വരുതിയിൽ വരുത്തുവാനായിട്ടുള്ള മന്ത്രിയുടേതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ ശ്രമമാണോ എന്ന് പറയാൻ സാധ്യമല്ല. ഏതാണെങ്കിലും അത്തരത്തിൽ പരിശ്രമം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചില്ല. തീർച്ചയായിട്ടും അങ്ങിപ്പോൾ പറഞ്ഞത് ആ MLAയെ ടാർഗറ്റ് ചെയ്ത് വളരെ കൃത്യമായി ആസൂത്രിതമായി ഒരു പദ്ധതി ഒരുക്കി നടന്ന കാര്യങ്ങളാണിത് എന്നുള്ള രീതിയിലേക്കാണ് അങ്ങയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഇതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഈ പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഭയെ, ഈ പറഞ്ഞ MLAയെ വരുതിയിൽ നിർത്താൻ വേണ്ടുന്ന, അല്ലെങ്കിൽ അവരെ അവിടുന്ന് ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അത്തരം എന്തെങ്കിലും ഒരു പരിശ്രമം അങ്ങേക്ക് അത് തോന്നുന്നുണ്ട്? അതിന് വളരെ സാധ്യതയുണ്ട്. കാരണം കായംകുളം മണ്ഡലത്തിലുള്ള DYFIയുടെ പല ഉന്നതന്മാരായിരിക്കുന്ന ആളുകളും
യു പ്രതിഭയ്ക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട്. അവർക്കെതിരായിട്ട് അവിടെ യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നു, അവർ പാർട്ടിക്കെതിരാണെന്ന് പറയുന്നു, അവർ കായംകുളത്തിനെതിരാണെന്ന് പറയുന്നു. അത് കുറേ കാലമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ശരിക്കുന്നത്. എനിക്കൊരു 3-4 വർഷത്തിന് മേലായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അത്തരത്തിൽ ചില പരിശ്രമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തിനാണ് ഇവർ ഈ പറയുന്നൊരു MLA വേട്ടയാടാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയിൽ തന്നെ ആരാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് സംസ്ഥാനം ഭരിക്കുന്ന ഏതെങ്കിലും മന്ത്രിമാർ അതിനകത്തുണ്ടോ, എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ, അഥവാ മുഖ്യമന്ത്രിക്കാണോ ഇക്കാര്യത്തിൽ പങ്ക്, അത് വ്യക്തമാക്കേണ്ടതാണ്. ആർക്കൊക്കെ ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പങ്കില്ലാതിരുന്നുവെങ്കിൽ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് 2-3 കാരണങ്ങൾ എനിക്ക് തോന്നാറുണ്ട്. ഒന്ന്, കേരളത്തിൽ വളർന്നു വരുന്ന ഒരു സ്ത്രീയെയും നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനമോ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോ തയ്യാറല്ല. കാരണം സ്ത്രീകളെ സൈഡ് ലൈൻ ചെയ്യുക എന്നുള്ളത് ഒരു ബോധപൂർവമായിട്ട് പരിശ്രമമാണ്. അത് പണ്ട് നമ്മൾ വലിയൊരു മുദ്രാവാക്യമൊക്കെ വിളിച്ചിരുന്നതാണ്. കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും. അവസാനം KR ഗൗരി മുഖ്യമന്ത്രിയായില്ല, സുശീലാ ഗോപാലും മുഖ്യമന്ത്രിയായില്ല. മുഖ്യമന്ത്രിയൊക്കെ അവിടെ തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വന്നിട്ടുള്ള മാന്യന്മാരായിരിക്കുന്ന ആളുകൾ സരസമായിട്ട് സംഭാഷണം നടത്തിയിട്ട് അവരൊക്കെ മുഖ്യമന്ത്രിമാരായി. ഗൗരിയമ്മയെ പുറത്താക്കുകയും ചെയ്തു. ഗൗരിയമ്മ പുറത്താക്കുകയും ചെയ്തു. സമാനമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നു. ഒന്നുമില്ലെങ്കിൽ യു പ്രതിഭയ്ക്ക് അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടൂല. അതല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അവരുടെ ഈ മകനെ പിടിച്ച് ജയിലിലാക്കുകയും ചെയ്യും, അവനെ പിടിച്ച് അകത്താക്കുകയും ചെയ്യും. ലാസ്റ്റ് ഇപ്പം അവസാന നിമിഷം അവർ പറയുന്നത്, ഈ പറയുന്ന പയ്യൻ്റെ കയ്യിൽ നിന്ന് 1 ഗ്രാം കിട്ടിയിട്ടില്ല, അവൻ വലിച്ചേ ഉള്ളൂ അത്രേ. ഇതൊക്കെ ഈ തരത്തിൽ ഒരു ഫാബ്രിക്കേറ്റഡ് കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ എക്സൈസ് വകുപ്പ് ഇത്തരത്തിൽ അധപ്പതിച്ചു പോയോ എന്നുള്ളതാണ് എൻ്റെ വിഷയം. തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി അതിൽ ചോദിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പ്രതിഭ വലിയ തോതിൽ പാർട്ടിക്കെതിരെ ഒരു പടയൊരുക്കം നടത്തിയതാണ്. ഒറ്റയ്ക്ക് പ്രതിഭയെ അനാവശ്യമായി ക്രൂശിക്കുന്നു, ശകാരിക്കുന്നു, പ്രതിഭയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് സ്വാതന്ത്ര്യമില്ല, എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇട്ടതാണ്. അപ്പം അത് CPM പല നേതാക്കളും അവരാണ് ഇതിന് കാരണം എന്നുള്ള രീതിയിൽ അന്ന് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പ്രതിഭയുടെ നാളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ, CPM-നുള്ളിൽ ഒരു MLA എന്നുള്ള നിലയ്ക്ക് പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അവർ പാർട്ടിക്ക് പുറത്തേക്കുള്ളൊരു വിരൽ ചൂണ്ടലാണ് ഈ കേസ് എന്ന് പറഞ്ഞാൽ, അങ്ങിപ്പോൾ പറഞ്ഞു അതിന് സാധ്യത വളരെ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ പ്രതിഭ ഏത് പാർട്ടിയിലേക്ക്, എന്തായാലും അവർ പൊതുപ്രവർത്തനം നിർത്തി വീട്ടിലിരിക്കാൻ പോകുന്നില്ല, അവർ ഏത് പാർട്ടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്? UDF-ലേക്ക് പോകുമോ, കോൺഗ്രസ്സിലേക്ക് പോകുമോ, അതോ ഈ പറയുന്ന പോലെ BJP-യിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത അതിനകത്ത് അങ്ങ് കാണുന്നുണ്ട്? ഞാൻ ആ തരത്തിൽ സാധ്യതയെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കുന്നില്ല. പക്ഷേ ഏതാണെങ്കിലും അവരെ ടാർണിഷ് ചെയ്യാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനിടയ്ക്കുണ്ട്, പ്രത്യേകിച്ച് CPM-നകത്ത്. അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ കുട്ടനാട്ടിലേക്കുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള CPM-ൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിഭയെ പോലെയുള്ള ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് എന്ത് താല്പര്യ സംരക്ഷണാർത്ഥമാണെന്നറിയില്ല. ഒരുപക്ഷെ വേണമെങ്കിൽ വളരെ സാധ്യതകളുണ്ട്. ഇപ്പോൾ G. സുധാകരൻ ആരും ഒരു കടുത്ത എതിരാളികൾ പോലും അദ്ദേഹത്തിന് അഴിമതി ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല. ആകെയുള്ള അദ്ദേഹം ഇടയ്ക്ക് രാമായണം വായിക്കുന്നു, കവിത എഴുതുന്നു എന്നുള്ളതല്ലാതെ കൊണ്ട് ഒരു തെറ്റും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആർക്കും തോന്നിയിട്ടില്ല. അങ്ങനെ G. സുധാകരനെ ഏകദേശം പുറത്ത് ചാടിക്കുന്ന രീതിയിൽ അസംബ്ലി സീറ്റ് നിഷേധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നം പറയുന്നു. അദ്ദേഹത്തെക്കാളും പ്രായമുള്ള ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനായിരിക്കുന്ന തോമസ് ഐസക്കിന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു. അദ്ദേഹത്തിന് വേറെ ചില ഉന്നതമായിട്ടുള്ള പോസ്റ്റ് കൊടുക്കുന്നു. ഇദ്ദേഹം ലോക്കൽ കമ്മിറ്റിയിലാണോ ഏരിയ കമ്മിറ്റിയിലാണോ ഏത് കമ്മിറ്റിയിലുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണെങ്കിൽ G. സുധാകരൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഏകദേശം യു പ്രതിഭയും G. സുധാകരൻ്റെ അതേ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സമീപ ഭാവിയിൽ തന്നെ യു പ്രതിഭ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ യാതൊരു അത്ഭുതത്തിന് അവകാശമില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു കേളികൊട്ട് മാത്രമാണ് ഈ എക്സൈസ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ നാടകം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല എങ്കിൽ ഈ 90 ഗ്രാം പിടിച്ചിട്ടുണ്ടെങ്കിൽ
ആ പിടിച്ചിട്ടുള്ള വസ്തുത എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ബോധ്യപ്പെടുത്തണം. അഥവാ 90 ഗ്രാം പിടിച്ചിട്ടില്ല, 3 ഗ്രാമേ ഉള്ളൂവെങ്കിൽ ഇന്നലെ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ 90 ഗ്രാം എന്നുള്ള വിവരം ഇവർ പറഞ്ഞത് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്താൻ തയ്യാറല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട്, വാർത്തകൾ കൊടുത്തിട്ടുള്ള അവിടുത്തെ പബ്ലിക് റിലേഷൻസിൻ്റെ ആളുകൾക്കെതിരായിട്ട് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾക്ക് അവർ വിധേയരാവേണ്ടതാണ്. സർക്കാർ നടപടിയെടുക്കേണ്ടതാണ്. പ്രതിഭയും അവർക്കെതിരായിട്ട് കേസ് കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യം കൂടി, അങ്ങ് പറഞ്ഞ ഈ സാധ്യത, പുറത്തേക്ക് എന്ന് പറയുന്ന ആ സാധ്യത അടിവരയിട്ടുകൊണ്ട് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. അത് ഈ അടുത്ത കാലത്ത് അവിടെ കായംകുളത്തുനിന്ന് ഒരു വിപിൻ ബാബു എന്ന് പറയുന്ന ഒരു CPM-ൻ്റെ നേതാവ്, അദ്ദേഹം SNDP-യുടെ ഒരു ഉന്നത നേതാവ് കൂടിയാണ് താലൂക്കിലെ ഒക്കെ. അദ്ദേഹത്തിൻ്റെ അമ്മയും അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരാണ് അറിവായ കാലം മുതൽ. പക്ഷെ വിപിൻ ബാബു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് BJP-യിലാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനൊക്കെയാണ്. ഈ സംഭവങ്ങൾ തമ്മിൽ, അതായത് പ്രതിഭയുടെ കാര്യവും വിപിൻ ബാബുവിൻ്റെ കാര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധം അങ്ങേക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും സാധ്യത അതിനുണ്ടോ? കാരണം അദ്ദേഹം പോയ വഴിക്ക് തന്നെയാണോ പ്രതിഭയെയും? കാരണം വിപിൻ ബാബുവിനെയും ഈ പറഞ്ഞതുപോലെ പുകച്ച് പുറത്തിയാടിക്കുകയായിരുന്നു. അദ്ദേഹം അവസാനം കളഞ്ഞിട്ട് BJP-യിലേക്ക് പോയി. കാരണം പൊതുപ്രവർത്തനത്തിൽ നിൽക്കാൻ താല്പര്യമുള്ളതുകൊണ്ട്, അത് തുടരാൻ താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം BJP-യിൽ പോയി. അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ 5-6 പേര് ആ പ്രദേശത്തുനിന്ന് മാറി BJP-യിൽ ചേർന്നു. അപ്പം ഈ പ്രതിഭയുടെ കാര്യവും കൂടി വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അതൊന്ന് സ്മെല്ല് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അല്ല, പ്രദീപമാരും സുധാകരന്മാരും വിപിന്മാരും ഒക്കെ CPM-ൽ നിന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോകേണ്ട കാലം അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏത് നിമിഷത്തിനും അവർ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയല്ല, അവർ പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ സ്വാധീനമുണ്ടായിരുന്ന മേഖലയിൽ പെടുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട സമുദായത്തിൻ്റെ ആളുകളെ ഒന്നൊന്നായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ വളരെ പ്രകടമായിട്ടുള്ളത് തിരുവിതാംകൂർ ഭാഗത്താണ്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് CPM-ൻ്റെ പുതിയ പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ, പുതിയ MLA-മാർ, അവരുടെയൊക്കെ തന്നെ ജീവചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് അവരെല്ലാവരും ചില പ്രത്യേകമായിട്ടുള്ള മതവിഭാഗങ്ങളിൽ നിന്ന് ആസൂത്രണമായിട്ടുള്ള വന്നവരും അവരിൽ നിന്ന് പുറത്തു പോകപ്പെടേണ്ടവർ വേറെ ചില ആളുകളാണ്. അതിൽ നമുക്ക് തന്നെ ഇപ്പോൾ തോമസ് ഐസക്ക് ജയിക്കാത്ത സീറ്റിൽ മത്സരിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. തോമസ് ഐസക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ മറ്റേ ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതൊരു വളരെ ആസൂത്രിതമാണ്. CPM-ൽ വളരെ ആസൂത്രിതമാണ്. അതിനകത്ത് മുഹമ്മദ് റിയാസിന് പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതാണെങ്കിലും ഒന്ന് വ്യക്തമാണ്, ഏതോ സംഘടിതമായിട്ടുള്ള മാഫിയയുടെ കയ്യിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതൊരു ഒരു അങ്ങനെ ഒരു വലിയ ശക്തിയുടെ വായിലാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയെ. എന്തായാലും നമുക്ക് നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. പ്രതിഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ തുടരുമോ, പ്രതിഭയോടെ തുടരുമോ, അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണുകയെന്നുള്ളതാണ്.